സർക്കാരിന്റെ വാർഷികാഘോഷം എന്നതിനപ്പുറം പൊതുജനങ്ങൾക്ക് ബോധവാന്മാരാകാനുള്ള അവസരം കൂടെയാണ് എൻ്റെ കേരളം മേള. പലരും ബോധവാന്മാരല്ലാത്ത സർക്കാർ സേവനങ്ങൾ മേളയിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയൊന്നാണ് വനം വകുപ്പിന്റെ സ്റ്റാളുകൾ. ആനിമൽ റെസ്ക്യൂ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകരുടെ സഹകരണത്തോടെ വനം വകുപ്പ് അവതരിപ്പിക്കുന്ന സർപ്പ ആപ്പിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ മേളയിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നത് നിരവധി പേർ. ആപ്പിലൂടെ കിട്ടുന്നത് നമ്മളൊരു പാമ്പുകളെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ വരില്ല. ആരെ വിളിക്കണോ ആരെ വിളിക്കണ്ട എന്നുള്ള കാര്യം മനസ്സിൽ വരില്ല. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ തൊട്ടടുത്തുള്ള റെസ്ക്യൂസിൻ്റെ ലിസ്റ്റ്, നമ്പർ, ഫോൺ നമ്പർ ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ ആ നമ്പർ ഉപയോഗിച്ച് നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരെ സഹായം തേടാവുന്നതാണ്. ഈ ആപ്പിലൂടെ തന്നെ നമുക്ക് തൊട്ടടുത്ത് ആൻറ്റി വെനുള്ള ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ്, ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം ഇതിനുണ്ട്. പിന്നെ ഈ ആപ്പ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പല പാമ്പുകളെയും തിരിച്ചറിയാൻ പറ്റാത്ത പല പാമ്പുകളെയും നമുക്ക് അതിലൂടെ ഫോട്ടോസ് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണം പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഒരു രീതിയിലേക്കാണ് ആപ്പ് മുന്നോട്ട് പോകുന്നത്. പാമ്പുകളെപ്പറ്റി ധാരണ കുറവുള്ളവരാണ് നമ്മളിൽ പലരും. വിഷമുള്ള പാമ്പുകളെ തിരിച്ചറിയാനാവാറില്ല. എന്നാൽ അതിനുള്ള പരിഹാരവും ഇവിടെയുണ്ട്. ബേസിക്കലി ഇത് ഒരു സ്നേക്ക് എഡ്യൂക്കേഷൻ, ഒരു അവയർനെസ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ അവയർനെസ് ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു പെരുമ്പാമ്പാണ്. നമ്മൾ ജംഗിൾ ബുക്കിലുള്ള കാ എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തിട്ട് ആ കാ കംപ്ലീറ്റ്ലി നമുക്ക് കേരളത്തിലുള്ള ഡൈവേഴ്സിറ്റി, നമുക്ക് കോമൺലി കാണുന്ന വിഷങ്ങൾ പാമ്പ്, കണ്ണൂരിൽ കാണുന്ന പാമ്പുകൾ ഏതൊക്കെയാണ്, അങ്ങനത്തെ കുറിച്ചിട്ടുള്ള ഒരു പൊതുജനങ്ങൾക്കുള്ള ഒരു ബോധവൽക്കരണം. ബിക്കോസ് പാമ്പുകൾക്ക് പൊതുവേ കുറേ മിസ് ഉണ്ട്. പലപ്പോഴും കുറേ തെറ്റിദ്ധാരണകൾ കൊണ്ട് പല പാമ്പുകളെ ആൾക്കാർ കൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് നടത്തുന്നത്. വെനമസും നോൺ വെനമസും ആയിട്ടുള്ള പാമ്പുകളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് കാണുവാണെങ്കിൽ എന്തൊക്കെയാണ് നോക്കിയിട്ടാണ് നമ്മളത്. ചെറിയ ആൾക്കാർക്ക് നമ്മളൊരു പഠനവും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതായത് ആൾക്കാരുടെ പാറ്റേൺ, ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് ഒരു പാമ്പിനെ വിഷമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ സയൻറ്റിഫിക്കലി നമ്മളത് റെക്കോർഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ മേജർ. നമ്മൾ സ്നേക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ അതിൽ മേജറായിട്ട് നമ്മൾ കാണുന്നത് ഈ തെറ്റിദ്ധാരണകൾ മാറ്റുക. കൃത്രിമമായി നിർമ്മിച്ച പാമ്പുകളോടൊപ്പം ഫോട്ടോ എടുക്കാനും ആളുകൾ എത്തുന്നുണ്ട്. പ്രൈം 21 കണ്ണൂർ.